ബത്തേരി സ്വദേശി ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി നൌഷാദിനെ വയനാട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബീനാച്ചിയിലെ വീട്ടിലും ചേരമ്പാടിയിലെ വനത്തിലും ബത്തേരി ടൗണിലുമാണ് തെളിവെടുപ്പ് നടന്നത്. ഹേമചന്ദ്രന്റേത് ആത്മഹത്യയാണെന്ന് നൌഷാദ് ആവർത്തിച്ചെങ്കിലും തെളിവുകളെല്ലാം കൊലപാതകത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന നിലപാടിലാണ് പോലീസ്. ആത്മഹത്യയെന്ന് നൌഷാദ് ആവർത്തിക്കുന്ന ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മരണത്തിലെ ദുരൂഹതകൾ നീക്കാനുള്ള ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പോലീസ്. ഹേമചന്ദ്രന്റെ മരണം നടന്ന് 1.5 വർഷത്തിനു ശേഷമാണ് ബീനാച്ചിയിലെ നൌഷാദിന്റെ വീടിന് സമീപത്തുള്ള വീട്ടിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തിയത്. നൌഷാദിന് വിൽപ്പനയ്ക്കായി നൽകിയ വീട്ടിൽ 2024 മാർച്ച് 20-നാണ് ഹേമചന്ദ്രൻ മരണപ്പെടുകയും തുടർന്ന് തമിഴ്നാട്ടിലെ ചേരമ്പാടി വനത്തിൽ കുഴിച്ചിടുകയും ചെയ്തത്. മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് പറയുന്ന റൂമിലും രേഖകൾ നശിപ്പിച്ച വീടിന് പുറത്തും പോലീസ് തെളിവെടുപ്പ് നടത്തി. രാവിലെ 10:30 തുടങ്ങിയ തെളിവെടുപ്പ് ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ടു. ഹേമചന്ദ്രന്റേത് ആത്മഹത്യയാണെന്ന നിലപാടിൽ നൌഷാദ് ഉറച്ചു നിൽക്കുന്നതിനാൽ മാധ്യമങ്ങളോട് കൂടുതൽ കാര്യങ്ങൾ പറയാൻ അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല. പ്രതി പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഓരോന്നും ഞങ്ങൾ ക്രോസ് വെരിഫൈ ചെയ്തിട്ടാണ് അത് കഴിഞ്ഞ് പോലീസ് അന്വേഷണം നടക്കുന്നത്. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. വൈകിട്ടോടെ ഹേമചന്ദ്രന്റെ മൃതദേഹം കുഴിച്ചിട്ടിരുന്ന തമിഴ്നാട്ടിലെ ചേരമ്പാടിയിലും നൌഷാദിനെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചെക്ക് പോസ്റ്റ് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ ബത്തേരിയിൽ നിന്ന് ചുള്ളിയോട് കടന്ന് കുനി, വെട്ടുവാടി, എരുമാട് വഴിയാണ് പ്രതികൾ ചേരമ്പാടിയിലെത്തിയത്. വാഹനത്തിന് എസ്കോർട്ടും ഉണ്ടായിരുന്നതായാണ് വിവരം. ബത്തേരിയിൽ പഞ്ചസാരയും ചാക്കും വാങ്ങിയ സ്ഥാപനങ്ങളിലും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ഒന്നര വർഷം മുൻപ് നടന്ന സംഭവമായതിനാൽ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നത് പോലീസിന് മുന്നിൽ വെല്ലുവിളിയായി നിൽക്കുകയാണ്. ആത്മഹത്യ എന്നാണ് തുടക്കം മുതൽ നൌഷാദ് പറയുന്നതെങ്കിലും മർദ്ദിച്ച പാടുകളും ശ്വാസം മുട്ടിച്ച് കൊന്നതാണെന്ന പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൊലപാതകത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടുണ്ട്. 4 പേരെയാണ് ഹേമചന്ദ്രന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ ഹേമചന്ദ്രനെ കൊലപ്പെടുത്തുന്നതിൽ കൂടുതൽ പേർ പങ്കാളികളായിട്ടുണ്ടെന്ന നിർണായകമായ വിവരം പോലീസിന് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. ന്യൂസ് മലയാളം, വയനാട്.